ഇന്ന് ദീർഘദൂര യാത്ര പോകുന്നവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ മാപ്പ്. ഈ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് നമ്മൾ യാത്ര തിരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ചിലപ്പോൾ എത്തിച്ചേരണമെന്ന് നിർബന്ധമില്ല. മാപ്പ് വഴി നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ കൊച്ചിയിൽ നിന്നുകൊണ്ട് നമ്മൾ കോഴിക്കോട് വരെ യാത്ര ചെയ്യുന്ന സമയത്ത് എത്രമാത്രം ഡിസ്റ്റൻസ് ഉണ്ട്, ബൈക്കിൽ പോകുമ്പോൾ, കാറിൽ പോകുമ്പോൾ ഇതിന്റെ ഡിസ്റ്റൻസ് എല്ലാം നമ്മൾ മനസ്സിലാക്കിയാണ് യാത്ര തിരിക്കുന്നത്. എങ്കിൽ ഈ ഗൂഗിൾ മാപ്പിൽ ഒരു പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ചെയ്തു വെച്ചില്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് ഈ ലൊക്കേഷൻ കൃത്യമായി ലഭിക്കില്ല. കാരണം പോകുന്ന വഴികളിൽ നെറ്റ്വർക്ക് കൃത്യമായിട്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ആ ഒരു സമയത്ത് നമ്മൾ യാത്ര തിരിക്കുന്നതിന് മുമ്പ് തന്നെ ഗൂഗിൾ മാപ്പിൽ ചെയ്യേണ്ട ഒരു സെറ്റിംഗ്സ് ആണ്. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ഇതിന്റെ റൈറ്റ് സൈഡിൽ ഒരു പ്രൊഫൈൽ കാണാൻ സാധിക്കും. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഓഫ്ലൈൻ മാപ്പ് ഒന്ന് കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് യുവർ ഓൺ മാപ്പ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ഇവിടെ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട്. നിങ്ങൾ എങ്ങോട്ടാണ് ദീർഘദൂര യാത്ര നടത്തുന്നത് ആ ഒരു സ്ഥലം മാത്രം, ലൊക്കേഷൻ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ കൊച്ചിയിൽ നിന്നുകൊണ്ട് ഇവിടെ ഞാൻ എടുക്കുന്നത് കോഴിക്കോട് വരെയാണ് ഞാൻ യാത്ര തിരിക്കുന്നത്. കൊച്ചി ടു കോഴിക്കോട് ഉണ്ടല്ലേ. അപ്പൊ ഞാൻ ഈ മാപ്പ് ഇതുപോലെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. ഇതുപോലെ നിങ്ങൾ എങ്ങോട്ടാണോ ദീർഘദൂര യാത്ര പോകുന്നത് ആ ലൊക്കേഷൻ രണ്ടെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ കൊച്ചി മുതൽ കോഴിക്കോട് വരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് താഴെ കാണുന്ന ഈ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുന്നു. ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് നമ്മൾ യാത്ര പോകുന്ന സമയത്ത് എവിടെയെങ്കിലും നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ മാപ്പ് വർക്ക് ചെയ്യില്ല. അവിടെ ഈ ഓഫ്ലൈൻ മാപ്പ് വർക്ക് ചെയ്യട്ടോ. ഇത് വളരെ വളരെ ഉപകാരപ്രദമാകുന്ന കാര്യമാണ്. ഇപ്പോൾ BSNL ഒന്നും പല ഭാഗങ്ങളിൽ നെറ്റ്വർക്ക് ഇല്ല. VI ആണെങ്കിലും ജിയോ മാത്രമാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നെറ്റ്വർക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഓഫ്ലൈൻ മാപ്പ് നിങ്ങൾ ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എല്ലാ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരെ. അതിനോടൊപ്പം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം മറ്റൊരു വീഡിയോ.